പാലക്കാട്ടെ പൾസ് സത്യത്തിൽ ഇപ്പോൾ കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇഞ്ചോടിഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറയുന്ന ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് തന്നെയാണ്. ഞാനിപ്പോൾ ഒലോക്കോടാണുള്ളത്. അതായത് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോഡ് ഷോ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. റോഡ് ഷോയ്ക്ക് തൊട്ട് മുമ്പ് രാഹുൽ ഇത് അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള ഒരു തിടുക്കപ്പെട്ട ഓട്ടത്തിലാണ്. രാഹുലേ, റോഡ് ഷോ തുടങ്ങാൻ പോവാണ്. അവസാനവട്ട നേരിൽ കണ്ട അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള തിടുക്കമാണല്ലേ? പരമാവധി ആളുകളെ ഒന്ന് കണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അന്ന് ദിവസം റോഡ് ഷോയ്ക്ക് തൊട്ട് മുമ്പ് ഒലോക്കോട് ജംഗ്ഷൻ പരിസരത്തുള്ള കടകളിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. രാഹുലെ, അപ്പോൾ ഫുൾ വൈബാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലേ? സ്ഥാനാർത്ഥി തിരക്കിട്ട ഓട്ടത്തിലാണ്. അല്പസമയത്തിന് തന്നെ ഒലോക്കോട് നിന്ന് കോൺഗ്രസിന്റെ UDFന്റെ റോഡ് ഷോ ആരംഭിക്കും. അത് മേഴ്സി കോളേജ് കോട്ട മൈതാനം വഴി ചുറ്റി സമാപിക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് 6 മണിയോടെ എത്തിച്ചേരും. ഏതായാലും പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു വൈബ്, ഒരുപക്ഷെ നമ്മൾ ന്യൂജൻ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു നല്ല വൈബ് തന്നെയുണ്ട്. അല്പസമയത്തിന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ ഒലവക്കോട് നിന്ന് ആരംഭിക്കും. ദിവേഷ്, അശ്വത്തിന് വോട്ട് എവിടെയാണോ? പാലക്കാട് മണ്ഡലത്തിലാണോ? അല്ലല്ല, ഞാൻ തുഴൽമന്നം എന്നാണ് എൻ്റെ പഞ്ചായത്ത്. അത് ബോർഡറാണ്, പാലക്കാടും ആലത്തൂർ മണ്ഡലത്തിന്റെയും ബോർഡറാണ്. കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, അത് പാലക്കാട് മണ്ഡലത്തിലാണ്, തൊട്ട് അടുത്ത പഞ്ചായത്താണ്. അതിർത്തി പ്രദേശക്കാർ എന്ന് പറയുന്നു അശ്വത്തെ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകർ പാലക്കാട്ടേക്ക് ഒഴുകിയിരിക്കുക. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ പ്രതികരണം തേടുന്ന പോലും വേറെ ജില്ലക്കാരുടെ. അപ്പോൾ അവരവരുടെ പാർട്ടി ഗംഭീരം 10,000 50,000 വോട്ടിന് കിട്ടുമെന്ന് പറയും. ഈ പാലക്കാടുകാർ അശ്വത്തിന് പരിചയമുള്ളവരൊക്കെ എന്താണ് ട്രെൻഡ് പറയുന്നത്? നഗരത്തിന് പുറത്ത് ആളുകൾ എന്ത് സംസാരിക്കുന്നു? നഗരത്തിന് പുറത്ത് ഒരു കൃത്യമായ ട്രെൻഡ് ആളുകൾ പറയുന്നില്ല എങ്കിൽ പോലും ഒരല്പം ഒരു നേരിയ മുൻതൂക്കം UDFനുണ്ട് എന്നതാണ് ഒരു പൊതു സംസാരമായി പറയുന്നത്. ഒരുപക്ഷെ അത് തന്നെയാവും അതിൻ്റെ ഒരു ചിത്രവും. ഒരുപക്ഷെ അവസാനത്തോടൊക്കെ അടുക്കുമ്പോൾ ഒരു ആ ഫൈറ്റിൽ ഒരു ചെറിയ മുൻതൂക്കം UDFനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ മണ്ഡലമായതുകൊണ്ട് സ്വാഭാവികം. ഇപ്പോൾ ചേലക്കരയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ LDFനാണ് സാധാരണ സ്വാഭാവികമാണ്, സിറ്റിംഗ് സീറ്റാണ്. പാലക്കാട് കാണുന്നതിന്റെ അടിയിൽ ഉള്ള ചില മലക്കമറച്ചിലുകളുണ്ട്. അതെങ്ങനെയൊക്കെയാണ് വരുന്നത്? അത് സരിന് അനുകൂലമാണോ, ഇനി കൃഷ്ണകുമാറിന് അനുകൂലമാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നേ മതിയാകും. ആളുകൾ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇടതിന് കുത്തണം വലതിന് കുത്തും എന്ന് പറയും. അത് നമ്മളെയും കൂടി അവർ വഴിതെറ്റിക്കാൻ പലവിധ ശ്രമങ്ങൾ ആളുകളുടെ ഭാഗത്തുണ്ട്. ആവശ്യത്തെ ആരൊക്കെയാണ് കൂടെ? ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ ആവേശത്തോടെ ഉണ്ടോ? പാലക്കാട്ടുകാരുണ്ടോ? അതോ മറ്റു ജില്ലക്കാർ തങ്ങളുടെ നേതാവിന് വേണ്ടി ജയ് വിളിക്കാൻ എത്തിയിട്ടുണ്ടോ? ഉണ്ട്, നിരവധി പേരുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തിനകം മാത്രമാണ് റോഡ് ഷോ തുടങ്ങുന്നുള്ളൂ. ഇത് റോഡ് ഷോയ്ക്ക് തൊട്ട് മുമ്പായി സ്ഥാനാർത്ഥി ഈ ഒലോക്കോട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തെ കടകളിൽ നേരിട്ട് ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം റോഡ് ഷോ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പ്രവർത്തകർ പൂർണ്ണമായി എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 1000കണക്കിന് പ്രവർത്തകർ, നമ്മൾ ഓർക്കുന്നുണ്ടാകും പക്ഷേ രാഹുൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നഗരത്തിലേക്ക് വന്നിറങ്ങിയത്. സമാനമായ 1000കണക്കിന് വരുന്ന പ്രവർത്തകരെ അണിനിരത്തിയുള്ള റോഡ് ഷോ ആയിരിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഈ എത്രത്തോളം പങ്കാളിത്തമുണ്ടെന്ന് ഒരു അല്പസമയത്തിനും അറിയാൻ തോന്നുന്നു. ദിവേഷ്.